കണ്ണൂർ വിസിയുടെ പുനർനിയമനത്തിൽ വിമർശനം ആവർത്തിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഗോപിനാഥ് രവീന്ദ്രന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടുവെന്ന് ഗവർണർ ആവർത്തിച്ചു. നിയമനത്തിനായി 9 തവണയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രതിനിധി എത്തിയതെന്നും ഗവർണർ വ്യക്തമാക്കി. അതേസമയം രാജ്ഭവനിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. ബാരിക്കേഡ് മറിച്ചിട്ട് രാജ്ഭവനിലേക്ക് തള്ളിക്കയറാനും പ്രവർത്തകർ ശ്രമിച്ചു. കൂടുതൽ വിവരങ്ങളുമായി MK വിനോദ് ചേർന്നുണ്ട്. വിനോദ്, എത്രത്തോളം ഗൗരവമായ വിഷയമാണ് ഇപ്പോൾ ഗവർണർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്? തീർച്ചയായും നമുക്കറിയാം, സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് കണ്ണൂർ VC ആയിരുന്ന ഗോപിനാഥ രവീന്ദ്രനെ തലസ്ഥാനത്ത് നിന്ന് മാറ്റേണ്ട ഒരവസ്ഥ വന്നത്. ഗവർണർ ഇക്കാര്യത്തിൽ വ്യക്തമായ ചില കാര്യങ്ങൾ നേരത്തെ തന്നെ വെളിപ്പെടുത്തിയതാണ്. ഇപ്പോൾ അത് വീണ്ടും അദ്ദേഹം ആവർത്തിക്കുകയാണ്. അതായത് മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടാണ് അനധികൃതമായി ഇദ്ദേഹത്തിന് വീണ്ടും പുനർനിയമനം നൽകിയത്. ഗോപിനാഥ് രവീന്ദ്രൻ തന്റെ നാട്ടുകാരനാണ് എന്ന് പോലും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. അതുകൂടാതെ 9 തവണ ഇദ്ദേഹത്തെ തന്നെ VC ആക്കണമെന്ന് ആവശ്യപ്പെട്ട് രാജ്ഭവനിൽ, അതായത് ഗവർണർക്ക് നേരിട്ട് സമ്മർദ്ദമുണ്ടായിരുന്നു. അത് മാത്രമല്ല, AGയുടെ നിയമോപദേശത്തെ തുടർന്നാണ് ഈ നടപടി സ്വീകരിച്ചത്. പക്ഷേ AG തെറ്റായ വിവരങ്ങളാണ്, തെറ്റായ നിയമ ഉപദേശമാണ് നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയിൽ നിന്നും ഇത്രയും സമ്മർദ്ദം ഉണ്ടായതിനു ശേഷമാണ് കണ്ണൂർ VC ആയി ഗോപിനാഥ് രവീന്ദ്രനെ നിയമിക്കേണ്ടി വന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അത് മാത്രമല്ല, പുതിയ VCമാരെ ഉടൻ തന്നെ നിയമിക്കണമെന്നുള്ള കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് താൻ തുടർ നടപടികൾ സ്വീകരിച്ചത് എന്നും പറയുന്നു. അതുകൊണ്ട് നിയമസഭ ഓർഡിനൻസായി ഇറക്കിയ പല ബില്ലുകളും പിന്നീട് നിയമസഭ പാസ്സാക്കി അതിന്മേൽ ഒപ്പിടണമെങ്കിൽ മുഖ്യമന്ത്രി വന്ന് രാജ്ഭവനിൽ അത് നേരിട്ട് ആ കാര്യങ്ങൾ വിശദീകരിക്കണം. എന്തുകൊണ്ട് മുഖ്യമന്ത്രി രാജ്ഭവനിലേക്ക് വരുന്നില്ല എന്നുള്ള കാര്യമാണ് ഇന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും വ്യക്തമാണ്. ഗവർണർ ചൂണ്ടിക്കാട്ടിയ വിഷയം വളരെയധികം ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ്. വിനോദാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.